അങ്ങനെ ജനുവരി മാസം 10-ാം തീയതി വന്നിരിക്കുകയാണ്. ക്രിസ്തുവർഷം 2024. പലരുടെയും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും പുതുവത്സരത്തിൻ്റെ ആഘോഷങ്ങളും കഴിഞ്ഞ് വിവാഹങ്ങളുടെ മേളയിലും വിവാഹ സദ്യകളിലും സൽക്കാരങ്ങളിലും പങ്കെടുത്ത് ഒരു ആനന്ദത്തിൻ്റെ കാലം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ബൈബിൾ സന്ദേശം നാം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. സാധാരണ പോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, പുതുവത്സരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പുതുവത്സരത്തിൽ ദൈവവചനവുമായി ഞങ്ങൾ കേൾക്കുന്നവരുടെ മുന്നിലേക്ക് അവിടുത്തെ വചനവുമായി കടന്നു വരുവാൻ അടിയനെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവവചന പഠനം കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീർക്കണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വെളിച്ചവും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഭദ്രതയും അവിടുത്തെ വാഗ്ദാനങ്ങളുടെ ഉറപ്പും അതിൽ ആരംഭിക്കുവാനും അത് ഈ വർഷം അവസാനിപ്പിക്കുവാനും തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടത്തെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ തുടരുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നതും വിശ്വസിക്കുന്നതും വ്യക്തി ജീവിതത്തിൽ മഹാസംഭവമാണ്. ഈ വർഷം അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ, ഒരു മഹാസംഭവത്തിൻ്റെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു വലിയ സംഭവം, ഒരു പുതിയ തുടക്കമുണ്ടാകാൻ തക്കവണ്ണം ഞങ്ങളുടെ സന്ദേശം നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവാണ്. നമ്മുടെ സൃഷ്ടാവും പരിപാലകനും ആയ ദൈവത്തിങ്കിലേക്ക് നാം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. 3-ാം തീയതി, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മലയാളം കൂട്ടായ്മയിലെ സന്ദേശത്തിൽ ദൈവത്തെക്കുറിച്ചും ദൈവം സൃഷ്ടാവാണ് എന്നും സൃഷ്ടിയെ സംബന്ധിച്ച അതിൻ്റെ ക്രമവും രീതിയും എല്ലാം അല്പമായിട്ട് നാം പഠിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ആയ ദൈവം അവ സൃഷ്ടാവാണ് എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അവനൊരു വ്യക്തിയാണ് എന്നുള്ളതും പരമപ്രധാനമായ വിഷയമാണ്. എന്നാൽ ലോകം അപ്രകാരമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ സുവിശേഷീകരണത്തിൻ്റെയോ വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വരാനുള്ളതോ വചനത്തിലെ ദൈവത്തിലേക്കും തിരിച്ചു വരാനുള്ള ആവശ്യമോ അതിനുള്ള പ്രസംഗമോ അതിനുള്ള പ്രയാസമോ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ സർവ്വ ലോകവും അങ്ങനെയല്ല. ഒരു ദൈവത്തെ നിഷേധിക്കുന്നവരും സത്യത്തെ തടക്കുന്നവരും ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇത് എൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല, ദൈവവചനമായ ബൈബിളിലെ മാറാത്ത ദൈവത്തിൻ്റെ അഭിപ്രായമാണത്. അതുകൊണ്ട് ഈ വർഷം ഏറ്റവും അനുഗ്രഹീതമാകാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, ദൈവവചനത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ വ്യക്തികൾ ഇങ്ങനെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എന്നാൽ അതിലെ ഓരോ കണ്ണിയും അതിലെ അംഗങ്ങളാണ്. ആ അംഗങ്ങളായി തീരുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള വിഷയം. അപ്പം അങ്ങനെ ഈ ദൈവത്തെ അറിയുന്നതിനും വിശ്വസിക്കുന്നതിനും തിരഞ്ഞെടുത്ത വാക്കുകൾ 1 റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വാക്യങ്ങളാണ്. തുടർന്ന് അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലെ പൗലോസ് അപ്പസ്തോലൻ്റെ സുവിശേഷീകരണത്തിലെ ഉള്ളടക്കം, അവനെ ആരെക്കുറിച്ചാണ്, എന്താണ് സംഭവം, എന്താണ് നമ്മൾ എന്തിലേക്കാണ് തിരിയേണ്ടത്, എന്തിനൊക്കെയാണ് മാനസാന്തരപ്പെടേണ്ടത്, എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യവും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ദൈവാസ്തിത്വം പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അറിയാം. ദൈവം ഉണ്ട്, അവൻ സൃഷ്ടാവാണ്. അവൻ്റെ ശക്തിയും അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ദിവ്യ സ്വഭാവവും സകല മനുഷ്യർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമപ്രധാനമായിട്ടുള്ള സംഭവമാണ്. ഈ സംഭവത്തിൽ സുവിശേഷീകരണത്തിൽ നമുക്കൊരാശ്വാസമുള്ളത്, എനിക്ക് ആരോട് ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണം എനിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അത് ദൈവം തന്നെ ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും അവൻ്റെ മനസ്സാക്ഷിയിലും അവൻ്റെ അന്തരാത്മാവിൽ ദൈവം നേരിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളായി തീർന്നിരിക്കുന്നത്. ഒരുവൻ ദൈവത്തെ അറിയത്തില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് ബൈബിൾ കിട്ടിയില്ല, ഇതൊന്നും ദൈവസന്നിധിയിൽ വില പോകുന്ന വിഷയങ്ങളല്ല. കാരണം ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവം ആരാണ്, അവൻ്റെ അസ്തിത്വവും അവൻ്റെ വ്യക്തിത്വവും ദൈവം ഓരോ വ്യക്തിയിലും ദൈവം താൻ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അതിനായിട്ട് നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ വെളിപ്പാട്. ഈ ഭാഗത്ത് പറയുന്ന ആദ്യത്തെ വെളിപ്പെടുന്നു. അപ്പോൾ വെളിപ്പാട് എന്ന് പറയുന്ന ദൈവിക ഒരു സന്ദേശം, ദൈവം എല്ലാവരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതൊരു വെളിപ്പാടാണ്. രണ്ടാമതൊരു 19-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ മുഖവരയിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും അത് അപ്രകാരം ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് സൃഷ്ടാവ്. അവൻ്റെ മഹത്വമായ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം തന്നെ അവരിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്നാണ് ഈ വാക്യം വായിക്കുന്നത്, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ടതാ ഒരു ആവശ്യമില്ല. എല്ലാവരിലും ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഷയമാണ് തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 20-ാം വാക്യത്തിൽ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി. അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. എപ്പോൾ തൊട്ടാണത്? ലോകസൃഷ്ടി മുതൽ ബുദ്ധിക്ക് അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിരോധമില്ലാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും, ഈ പ്രപഞ്ചത്തിൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്കും അവന് ദൈവത്തോട് പ്രതിവാദം ഇല്ല. കാരണം ദൈവം അവരിൽ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, ഒരു കാര്യം അവൻ്റെ ദിവ്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മൂലം അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആന്തരിക മനുഷ്യനിൽ, മനസ്സാക്ഷിയിൽ, ഹൃദയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ആ സങ്കീർണമായ ആ കാര്യത്തിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആശ്വസിപ്പിക്കാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ എപ്പോഴും ഇത് വിഷയമായിരിക്കുന്നത് ഇവനൊരു വ്യക്തിയാണോ, ഇവന് വ്യക്തിത്വമുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അത് പരിശുദ്ധാത്മുഖാന്തരം എഴുതപ്പെട്ട വചനത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ എന്നാണ്. ഹിം, ഐ,
യു, ഹി, ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഒരു ഹീ ആണ്, ഒരു വ്യക്തിയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് അവൻ്റെ ദിവ്യശക്തിയും. അപ്പോൾ ഈ ദൈവത്തിന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവൻ്റെ കഴിവുകളെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുകയാണ്. നിത്യശക്തി, അത് നിത്യമായിട്ടുള്ളതാണത്. അതുമാത്രമല്ല, ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങളാൽ ലോകസൃഷ്ടി മൂലം അവൻ്റെ പ്രവൃത്തികളെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിരോധമില്ലാതിരിക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 4-മതായിട്ട് ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ വ്യക്തിയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന് ശക്തിയുണ്ട്, പക്ഷേ ദൈവം ശക്തിയല്ല. ദൈവത്തിനുള്ള ഒരു സ്വഭാവമാണത്, ഒരു കഴിവാണത്, നിത്യശക്തി. 1. 2, അവൻ്റെ ദിവ്യത്വമായി. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ഡിവൈൻ നേച്ചർ എന്നാണ് അത് ഇംഗ്ലീഷിൽ. ദിവ്യമായ സ്വഭാവം. ദൈവത്തെ ദൈവമാക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അല്പമായെങ്കിലും സകല മനുഷ്യർക്കും അറിയാം. 3-മതായിട്ട് അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ഇൻവിസിബിൾ അട്രിബ്യൂട്ട്സ് എന്നാണ്. ഡിവൈൻ നേച്ചർ, ഇൻവിസിബിൾ അട്രിബ്യൂട്ട്സ്. അപ്പോൾ ദൈവത്തെ ദൈവമാക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1, അവനൊരു വ്യക്തിയാണ്. 2, അവൻ്റെ നിത്യമായ ശക്തി. 3, ദിവ്യത്വം. 4, അദൃശ്യ ലക്ഷണങ്ങൾ. ഈ ലക്ഷണം എന്നുള്ളതിന് അത് അവൻ്റെ സ്വഭാവ ഗുണങ്ങളാണത്, നിത്യമായ സ്വഭാവ ഗുണങ്ങളാണ്. ഇതാണ് ഇവയൊക്കെ ആണ് ദൈവത്തെ ദൈവമായി നമ്മൾ മനസ്സിലാക്കുന്നതും ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് എപ്പോൾ തൊട്ടാണ് ദൈവം ഈ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ മനുഷ്യനിലേക്ക് കൊണ്ടുവന്നത്? 6-ാം ദിവസം മനുഷ്യനുണ്ടാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. 6-ാമത്തെ ദിവസം, അന്ന് മുതൽ, ലോക സൃഷ്ടി മുതൽ ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു വ്യക്തിയിലോട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും അവൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചും എനിക്ക് തർക്കിക്കേണ്ട വിഷയമില്ല, എനിക്ക് പ്രതിവദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണത്? ദൈവം നേരിട്ട് താൻ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 21-ാം വാക്യത്തിൽ, റോമാലേഖനം 1-ാം വാക്യത്തിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇവിടെ അവർ എന്ന് പറയുന്നത് ദൈവം താൻ തന്നെ തൻ്റെ വ്യക്തിത്വവും അസ്തിത്വവും തൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയ മനുഷ്യൻ, അങ്ങനെ ഒരു കൂട്ടം. അവർ, അത് പ്ലൂരലാണത്, ബഹുവചനമാണത്. അവർ അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവർ ദൈവത്തെ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. അപ്പോൾ ഓർക്കുന്നില്ല, മഹത്വീകരിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല, ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വേദഭാഗം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദൈവം വെളിവാക്കി എന്നുള്ള ദൈവം അറിവ് കൊടുത്തു. ആന്തരിക മനുഷ്യരിൽ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ, വിത്തിൻ ദം എന്നുള്ളൊരാശയമാണ്. നമുക്കറിയാം, നമുക്ക് മനസ്സാക്ഷി എന്നൊരു സാധനമുണ്ട്. അവിടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ആ സ്ഥാനത്ത് മനുഷ്യരിൽ ദൈവം താൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ 21 മുതൽ 23 വാക്യങ്ങൾ ഈ അറിവിനോടുള്ള മനുഷ്യരുടെ സമീപനം എഴുതിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, ഒരു വ്യക്തിയാണെന്നും നിത്യശക്തിയുള്ളവനാണെന്നും അസ്തിത്വമുള്ളവനാണെന്നും അവർ ദിവ്യ സ്വഭാവം അറിയാമെങ്കിലും അവർ ഈ സത്യത്തെ തടുത്ത് അവരവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി. അവരുടെ സമീപനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ ദൈവത്തെ ഓർക്കുകയോ മൗക്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ സ്വന്തം നിരൂപണങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ
താൻ തരുന്ന വെളിപ്പാടുകളെ മറുതലിച്ച് അതിന് യാതൊരു വിലയും കൊടുക്കാതെ അവർ സ്വന്തം നിരൂപണങ്ങളിൽ അവർ ഹൃദയം വ്യർത്ഥരായിത്തീർന്നു, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ദൈവം തരുന്ന ഈ പ്രകാശനം അതിൻ്റേതായ വിധത്തിൽ അതിനോട് പ്രതികരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തിന് സ്ഥാനം കൊടുത്ത് അവന് മഹത്വീകരിച്ച് അതിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 24-ാം വാക്യത്തിൽ അപ്പോൾ 22-ാം വാക്യം ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇതവരുടെ സ്വഭാവമാണ്. ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ അവരെന്താ ചെയ്യുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ മൂഢരായി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇവിടെ പ്രധാനമായിട്ട് വിഷയമുള്ളത് ഇവിടെ നിത്യനായ ഒരു ദൈവമാണ്. ഇവിടെ ക്ഷയമുള്ള ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ ക്ഷയമുള്ളത്, പെരിഷബിളാണതല്ല. ദൈവം ഇംപെരിഷബിൾ, ഈസ് എറ്റേണൽ ഗോഡ്. നിത്യനായ ദൈവം, നിത്യശക്തിയുള്ള വ്യക്തിയായിരിക്കുന്ന ദൈവത്തെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് അവർ നാൽക്കാലിക ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതാണ് ദൈവത്തെ നിരാകരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത്. 24-ാം വാക്യത്തിൽ ദൈവനിഷേധികളെ അശുദ്ധിയിലേൽപ്പിച്ചു. എന്നിട്ട് ഇപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ദൈവം എന്ത് ചെയ്തു? ദൈവം അറിവ് കൊടുക്കുന്നു, എന്നാൽ അവരെ നിരാകരിക്കുന്നു. അവരുടേതായ നിരൂപണങ്ങളിൽ അവരുടേതായ ആരാധനാ രീതികളുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ദൈവം എന്താ പറയുന്നത്? ദൈവം എന്ത് ചെയ്തു അവരെ സംബന്ധിച്ച്? അവർ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം അവരെ, ഈ പറഞ്ഞവരെ, തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ദൈവം തന്നെക്കുറിച്ചുള്ള വിശുദ്ധിയുടെ മാർഗങ്ങളും രീതികളും എല്ലാം അവന് പറഞ്ഞു കൊടുത്തിട്ടും അവനത് ചെയ്യാത്തത് കൊണ്ട് അതിന് മറുതലിച്ച് വേറെ ഇഴജാതികളെ ക്ഷയമുള്ളതിനെ അവർ ദൈവസാദൃശ്യം കൊടുത്ത് ജീവിക്കുമ്പോൾ ദൈവം ചെയ്തൊരു കാര്യമാണ്, ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അശുദ്ധിക്ക് വേണ്ടി. അപ്പോൾ ഹോളി ഗോഡ് ആൻഡ് അൺഹോളി പീപ്പിൾ, വിശുദ്ധനായ ദൈവം ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോയവരെ ദൈവം എന്ത് ചെയ്തു? നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ, നിൻ്റെ ശരീരങ്ങളെ അവരുടെ നിൻ്റെ ഹൃദയത്തിലെ മോഹങ്ങളനുസരിച്ച് ജീവിച്ചുകൊള്ളുക. സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടത് അശുദ്ധിയിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതിനുശേഷം 25-ാം വാക്യത്തിൽ 25-ാം വാക്യത്തിൽ അശുദ്ധിയെ ഏൽപ്പിക്കാൻ കാരണം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. വേദപുസ്തകം ചുമ്മാ ഒരു പ്രഖ്യാപനം മാത്രമല്ല, അത് വളരെ ലോജിക്കലായിട്ട് റീസണബിളായിട്ട് ആർഗ്യൂ ചെയ്ത് നമുക്ക് സ്ഥാപിച്ച് തരുവാണ് ദൈവം. ഞാനിത് ചെയ്തു, അതിനെതിരായിട്ട് നിങ്ങളിങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഞാൻ സത്യം വെളിപ്പെടുത്തി, സത്യത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ല, അതിനെ നിങ്ങൾ അസത്യം കൊണ്ട് മറിച്ച് കളയുകയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. 25-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ദൈവം ഇപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും അവൻ സൃഷ്ടാവാണ്, അവനെയാണ് ആരാധിക്കേണ്ടത്, അവനാണ് വാഴ്ത്തപ്പെട്ടവൻ. ഇതാണ് ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഞാനതിന് തയ്യാറല്ല. എൻ്റെ നിരൂപണങ്ങളിൽ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളിൽ എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ദൈവത്തെ സാക്ഷാൽ സൃഷ്ടാവിനെ മാറ്റി നിർത്തി, ആ വ്യക്തിയെ മാറ്റി നിർത്തി, ആ അസ്തിത്വമുള്ളവനെ മാറ്റി നിർത്തി, അവന് പകരമായിട്ട് ക്ഷയമുള്ള താൽക്കാലികമായ മനുഷ്യനേക്കാളും താഴ്ന്ന രീതിയിലുള്ള, നമുക്കറിയാം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 6-ാം ദിവസത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി
ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ തന്നേക്കാളും താഴ്ന്ന സൃഷ്ടിയെ ദൈവത്തേക്കാൾ ചെറുതാക്കി കളഞ്ഞിരിക്കുക. ഇത് ഒരു ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് 25-ാം വാക്യത്തിൽ അശുദ്ധി ഏൽപ്പിക്കും കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. 26 തൊട്ട് 32 വാക്യങ്ങളിൽ അശുദ്ധിയുടെ പ്രകടനങ്ങളും എഴുതിയിരിക്കുകയാണ്. 26 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. ആ വണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. 28-ാം വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ ചെയ്തിരിക്കുന്നു. സൃഷ്ടിയിലൂടെ ദൈവം നേരിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളൊന്ന് പരിശോധിച്ച് ഈ ദൈവത്തിലേക്ക് തിരിയണം എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ട വിഷയം. അതായിരിക്കണം ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവം സൃഷ്ടാവ്, അവനൊരു വ്യക്തി, അവന് അസ്തിത്വമുള്ളവൻ, ദിവ്യ സ്വഭാവമുള്ളവൻ. ഈ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, ഇവനാണ് നമ്മുടെ ദൈവം. ഇവനോടാണ് നാം പാപം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ തലത്തിലുള്ള ഒരു പ്രതിവിധി, ആരോടാണോ നമ്മൾ പാപം ചെയ്തിരിക്കുന്നത് ആ തലത്തിലുള്ള ഒരു രക്ഷിതാവും നമുക്ക് ആവശ്യം ആയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രൻ, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നു. അതിനാലാണ്, എന്നാൽ മാത്രമേ ഈ ദൈവത്തോട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരം നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ നികർഷിച്ച മനുഷ്യനെ അവൻ എന്ത് ചെയ്തു? 29-ാം വാക്യത്തിൽ, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണക്കാർ, ദേവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഇതവരുടെ സ്വഭാവങ്ങളായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ഇങ്ങനെ ദൈവത്തെ നിരാകരിച്ച, ദൈവത്തിനോട് പ്രതിവാദമില്ലാത്ത വണ്ണമുള്ള മനുഷ്യ സ്വന്തം നിരൂപണങ്ങളിൽ ചെയ്ത് ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുക. അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവർ 32-ാം വാക്യത്തിൽ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ ദൈവകൃപയാലായി 2023 ഈ ദുഷ്ടതയുടെ പ്രത്യക്ഷമായിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടവരാണ്. 193 രാഷ്ട്രങ്ങളുള്ള ഐക്യരാഷ്ട്രസഭയിൽ 192 രാഷ്ട്രങ്ങളും ഒരു രാഷ്ട്രത്തിനായി ചെയ്ത ദുഷ്ടതയെ അത് ദുഷ്ടതയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടില്ല. ദുഷ്ടതയെ അത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്തത്. നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണത്. ഇതാര് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നമ്മൾ ഈ സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല എങ്കിൽ, അവൻ്റെ വചനത്തിലേക്ക് തിരിയുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ദൈവം തള്ളിക്കളഞ്ഞു. ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പഠിച്ചു നോക്കൂ. ഇത് വാസ്തവമായിട്ട് ആക്ഷരികമായിട്ട് അതിൽ ഓരോ വാക്കിലും അത് ദൈവം മുന്നമേ കണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യും ദൈവം അറിയുന്നവർ മുന്നമേ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 26 മുതൽ 32 വാക്യങ്ങളിൽ അശുദ്ധിയുടെ പ്രകടനങ്ങൾ അത് ചെയ്യുക മാത്രമല്ല അത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ക്രമങ്ങൾ, ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, അതെല്ലാത്തിനും മറുതലിക്കുന്ന ദൈവത്തെ അറിയാവുന്നവർ, ദൈവത്തെ അറിയാവുന്നവർ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിഷയം. ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ഒരു മഹാസംഭവമാണ്. ഈ ആഴ്ചത്തെ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുവെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാകണം. ഒരു ക്രിസ്ത്യാനിയാകുക എന്നുള്ള ഒരു വിഷയം ഒരു മഹാസംഭവമാണ്. എൻ്റെ ഒരു കണ്ടെത്തലല്ല, ദൈവം സംബന്ധിച്ച്, സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഷ്ടലോകത്തിൽ നമ്മളറിയാം, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ്. സർവ്വലോകവും. അങ്ങനെയുള്ള ലോകത്തിൽ അവരുടെ സ്വഭാവമാണ് ഇവിടെ വായിച്ചത്. നമ്മൾ ദുഷ്ടൻ്റെ അധീനതയിലുള്ളവരുടെ ദൈവത്തെ മാറ്റി നിർത്തി സ്വന്തമായ നിരൂപണങ്ങളിൽ അവർ ദൈവങ്ങളെ ഉണ്ടാക്കി, അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഈ നമ്മുടെ ലോകത്തിൽ ഒരുവൻ ദൈവഭാഗത്തേക്ക് വരുന്നു, സൃഷ്ടാവിലേക്ക് വരുന്നു. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അസ്തിത്വമുള്ളവൻ എന്നുള്ള ദൈവ സ്വഭാവം എന്നുള്ള നിലയിൽ, സൃഷ്ടാവ് എന്നുള്ള അവനിലേക്ക് തിരിയുമ്പോൾ അതൊരു മഹാസംഭവമാണ്, ഒരു അത്ഭുതമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നത് മഹാസംഭവമാണ്. അപ്പോൾ ഇതിനുള്ള ഒരു സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ ഒരുപാട് ഉള്ളടക്കങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം നാം ഓരോരുത്തരും നമ്മുടെ സൃഷ്ടാവിലേക്ക് തിരിയേണ്ടത് ആവശ്യം. മനം തിരിയണം. കാരണം ദൈവം മനസ്സാക്ഷിയിൽ അവിടെയാണ് ഈ എവിടെയാണോ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് അവിടെയാണ് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഈ നാൽക്കാലികളിൽ നിന്ന് ജീവനുള്ള അക്ഷയനായ ദൈവത്തിലേക്ക് നാം തിരിയേണ്ടത് ആവശ്യമാണ്. അതിന് ഞാൻ ഉദ്ദേശിച്ച വേദഭാഗം, തിരഞ്ഞെടുത്ത വേദഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലാണ്. ഈ സുവിശേഷീകരണത്തെക്കുറിച്ച് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ മെസ്സേജ്? ഏത് സന്ദേശമാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? ഈ ലോകത്തിലേക്ക് എത്തിക്കേണ്ട സുവിശേഷം എന്താണ്? ദൈവത്തിങ്കിലേക്ക് തിരിയണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല. അപ്പസ്തോലൻ ചെയ്തതും അവൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗവും ഇതായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഞാൻ അപ്പസ്തോല 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ ഇതൊരു ചരിത്ര പുസ്തകമാണ്. അപ്പസ്തോല പ്രവൃത്തി ചരിത്ര പുസ്തകമാണ്, അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പസ്തോല പ്രവൃത്തികളിലെ അപ്പസ്തോലൻ്റെ സുവിശേഷ വേല അതിൻ്റെ 20-ാം അധ്യായത്തിൽ, അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അതിപ്രകാരമാണ് നാം വായിക്കുന്നത്: ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ അപ്പസ്തോലനായ പൗലോസിനെ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച് അവനെ അപ്പസ്തോലനെ നിയോഗിച്ച് അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ, സുവിശേഷം ഏൽപ്പിച്ചപ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് നാം തിരിയേണ്ടത് ആവശ്യമാണ്. അവനോട് ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ തിരഞ്ഞെടുത്ത തൻ്റെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസം വഴിയുള്ള നീതീകരണം, പാപക്ഷമ, ദൈവത്തോടടുക്കാനുള്ള മാർഗം, നിരപ്പ്, എല്ലാം അങ്ങനെ രക്ഷയോടുള്ള ബന്ധം, ദൈവത്തോടടുക്കാനുള്ള ബന്ധം, എല്ലാ കാര്യങ്ങളും ചെയ്തത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവനിലുള്ള വിശ്വാസം, ഇത് 2 പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഇന്ന് പല സുവിശേഷ വിഹിത സഭകളിലും ഈ ഒരു വിഷയം അവർക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അത് ആരാണ് എന്താണെന്നുള്ള അവർക്ക് വിഷയമല്ല. കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക. എന്നാലും യേശു ക്രിസ്തുവിന് വേദപുസ്തകത്തിൽ അവനൊരു ബയോഡേറ്റയുണ്ട്, അവനൊരു ക്രെഡൻഷ്യലുണ്ട്, അവനൊരു CV ഉണ്ട്, അവൻ്റെ പ്രവൃത്തികളുണ്ട്.
അവൻ ആരാണ് എന്താണെന്നുള്ളത് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതിന് മുമ്പായിട്ട് സാക്ഷാൽ ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടത്. സൃഷ്ടാവായ ദൈവം ഒരു വ്യക്തി, അവൻ അസ്തിത്വമുള്ളവൻ, ദിവ്യ സ്വഭാവമുള്ളവൻ, അവൻ ദിവ്യശക്തിയുള്ളവൻ. ഇവനാണ് നമ്മുടെ ദൈവം, ഇവനാണ് നമ്മുടെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിന് സൃഷ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അല്പമായിട്ട് പഠിച്ചു. ഈ സൃഷ്ടാവിലേക്ക് നാം തിരിയേണ്ടത് ഈ വർഷം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ഈ 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഒരുപാട് യാത്ര ചെയ്ത ഒരു അപ്പോസ്തലനാണ് പൗലോസ്. അദ്ദേഹം ഇവിടെ 17-ാം വാക്യത്തിൽ മിലത്തോസിൽ നിന്ന് അവൻ, മിലത്തോസ് എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണത്. അവിടെ നിന്ന് അവൻ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. എഫോസോസിലേക്ക്, അത് വേറെ സ്ഥലമാണ്. അപ്പം മിലോത്തോസിൽ അവൻ സുവിശേഷ പ്രവർത്തനം നടത്തി. അവൻ എഫോസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. മിലത്തോസ് സ്ഥലത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ എഫേസൂസിലെ സഭകളിലെ മൂപ്പന്മാരെ അവൻ വിളിച്ചു വരുത്തുകയാണ്. ഇതാണ് എൻ്റെ സന്ദർഭം. അവൻ വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വിഷയമാണ്. കാരണം അത്ര മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ ചെയ്ത് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 18-ാം വാക്യത്തിൽ, അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആശയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായി എങ്ങനെയായിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരിനോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളെയും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതും ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ക്രിസ്തുവിനെ പോലെ തന്നെ തൻ്റെ അപ്പോസ്തലന്മാർ ഒരു തുറന്ന ഒരു പത്രമായിരുന്നു. അവർ തുറന്ന പത്രം, എന്നെ പിടിക്കാൻ റീഡിറ്റ്. എന്നിട്ട് പറയുകയാണ് ഒരു സംക്ഷേപമായിട്ട് എന്തായിരുന്നു പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷീകരണത്തിൻ്റെ മർമ്മപ്രധാനമായ ഉള്ളടക്കം. 1, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. 2, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ദൈവത്തിങ്കിലേക്ക് ഉള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ 2 കൂട്ടരെയാണ് ഉദ്ദേശിക്കുന്നത്, യഹൂദന്മാർ, ജാതികൾ. 2 പേർക്കും ഒരൊറ്റ സുവിശേഷമാണ്, നിങ്ങൾ സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് തിരിയാം. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമം ഉണ്ടായിരുന്നു. അവർ അബ്രാഹാമിൻ്റെ വാഗ്ദത്ത സന്തതികളാണ്, ഇസ്ഹാക്കിൽ വാഗ്ദത്ത സന്തതികളാണ്. അവർക്ക് ദൈവത്തെ അറിയാവുന്നവരായിരുന്നു. എങ്കിലും അവരെ പുതിയ നിയമ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ ദൈവം ആര് എന്നെല്ലാം അവരെ പഠിപ്പിച്ചു. ഈ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ളതും 2ാമത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ആയിരുന്നു. യേശു ക്രിസ്തു വിശ്വാസം 22-ാം വാക്യത്തിൽ, അപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനെ യെരൂശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് അവനോട് പറയുകയാണ്. അപ്പോൾ ഈ യെരൂശലേമിൽ പോകുന്നതിന് മുമ്പ് മിലാത്തോസിൽ വെച്ച് എഫേസസിൽ വന്ന സുവിശേഷകന്മാരോട്, മൂപ്പന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് വിശ്വാസികളായിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിന്, ഈ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടവരും ഈ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരും, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, റിപ്പൻറ്റൻസ് ടുവേഴ്സ് ഗോഡ് എന്ന് തന്നെയാണത്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? ഈ ദൈവത്തിങ്കിലൊരു മാനസാന്തരം, മനസ്സിൽ അന്തരം ഉണ്ടാകണം. മനസ്സ് അത് തന്നെ ഒരു വലിയ വിഷയമാണ്. നമ്മുടെ ആത്മീയ തലം, നമ്മുടെ ഹൃദയം എന്നൊക്കെ പറയുന്ന അവിടെയാണ് ഈ മാറ്റം വരേണ്ടത്. അവിടെ വരുന്ന ഈ മാറ്റമാണ് നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തേണ്ടത്. നമുക്കറിയാം ഈ ദൈവത്തെ തിരസ്കരിച്ചവർ എങ്ങനെയുള്ള ജീവിതശൈലിയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ഒരു ജീവിതശൈലിയും വേദപുസ്തകം പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരം, യേശുക്രിസ്തുവിൽ വിശ്വാസം, രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം, പാപക്ഷമയ്ക്കായിട്ടുള്ള വിശ്വാസം. യേശുക്രിസ്തു പരിപൂർണ അവൻ്റെ യാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് ദൈവം അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണം അവൻ 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ പ്രത്യക്ഷനായി, അവൻ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ അയച്ചു, നമുക്ക് സുവിശേഷം ലഭിച്ചു. അതുകൊണ്ട് ഈ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു അത്ഭുതമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നടക്കേണ്ട വലിയൊരു സംഭവം ഇതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പാപക്ഷമ, അവനിലുള്ള പാപക്ഷമ, അവനിലുള്ള നീതീകരണം, അവനിലുള്ള ദൈവമായിട്ടുള്ള നിരപ്പ്, അവൻ്റെ പ്രവൃത്തിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അത് പ്രാപിക്കുന്നതും അതും ഇതുപോലെ തന്നെ ഒരു അത്ഭുത വിഷയം. അതുകൊണ്ട് ദൈവം സൃഷ്ടാവ്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ഇതെല്ലാം അത്ഭുത വിഷയങ്ങളാണ്. ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, ഈ സൃഷ്ടിയുടെ നിലനിൽപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അത് അപ്ഹോൾഡ് ചെയ്യുന്നതും അതിനെ ഹോൾഡിങ് ടുഗദർ, അതിനെ താങ്ങുന്നതും അതിനെ കൂട്ടി നിർത്തുന്നതും എല്ലാം പുത്രനാണ്. ഇതെല്ലാം അത്ഭുതകരമായ വിഷയങ്ങളാണ്. ഇത് അത്ഭുതകരമായിരിക്കുന്നുവെങ്കിലും അത് വിശ്വാസത്താൽ മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവാൻ, പ്രത്യാശ ഉണ്ടാവാൻ ഇവ ഇടയാക്കും എന്ന് യാതൊരു സംശയം. അങ്ങനെ ദൈവത്തിലേക്ക് മാനസാന്തരം, യേശുക്രിസ്തു വിശ്വാസവും വ്യക്തി ജീവിതത്തിൽ സഫലമാകുവാൻ, പേഴ്സണൽ ലൈഫ് ദൈവം സഹായിക്കട്ടെ, നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് വിൻസെൻ്റ് തോമസ് ഏവർക്കും ദൈവിക കൃപയും സമാധാനവും നേരുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.